എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ളത് അതെൻ്റെ തീരുമാനമായിരിക്കണം. ഒറ്റപ്പെടൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒറ്റപ്പെടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ. എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ്, സിനിമയിൽ എത്തിയതിന് ശേഷവും ഈ പറയുന്ന പോലെ നമ്മളൊരു ഏലിയനായിട്ട് കാണുന്ന, അതായത് ചുറ്റുമുള്ളവർക്ക് ഞാൻ സിനിമ നടനുള്ളൂ, എനിക്ക് ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരെന്നെ അറിയാവുന്നവർക്ക്, എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്നവർക്കൊക്കെ എൻ്റെ കൂടെ അവർ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും. അല്ലാത്ത ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് വേറൊരു മൃഗശാലയിലെ കുരങ്ങനെ പോലെയോ അങ്ങനെ ഒരു കൗതുകമായിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പം അതെനിക്കൊരു ഒറ്റപ്പെടലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്നെ ഇത്രയും വർഷങ്ങളായിട്ട് അറിയാവുന്ന, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് വെറുതെ ആ അപ്പാർട്ട്മെൻറ്റിൽ ബോക്സറൊക്കെ ഇട്ട് ഇറങ്ങി നടക്കാം. കാര്യം ഇവരൊക്കെ എല്ലാം അറിയാവുന്ന ആൾക്കാരല്ലേ. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ പോയ സമയത്ത് ഒരു പൂളുണ്ട്, എല്ലാവരും പൂളിൽ തലകുത്തി പറയുന്നു, അതിനകത്ത് ബോൾ എറിഞ്ഞ് കളിക്കുന്നു രാവിലെ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വൈബാണ് ബേസിക്കലി. അതെന്താ വെച്ചാൽ വർക്കൗട്ടും നടക്കും, ഫണ്ണും നടക്കും. നമുക്ക് എന്തായാലും ശരീരം നോക്കണം. അത് ലൈഫിന് വേണ്ടിയിട്ടാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരീരം നോക്കണം. അപ്പോൾ ലൈഫിൽ ആക്റ്റീവായിട്ടിരിക്കാം. ആ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരെ കാണുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറയുന്നത്, എന്നെ കാണുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്.